ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ജിലേബിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സ്വീറ്റും അതുപോലെ തന്നെ പുളിപ്പും ഒക്കെയുള്ളൊരു നല്ല ക്രിസ്പിയുമായിട്ടുള്ളൊരു ജിലേബിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ നേരെ ഡബിളായിട്ട് ഒക്കെ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആൻഡ് ഫുഡ് കളർ. ഞാനിപ്പോൾ യെല്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുഡ് കളർ. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് യൂസ് ചെയ്യാം. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കാരണം നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാറ്ററൊക്കെ ചിലപ്പോൾ എന്താ പറയുക, ലൂസായി പോകും. നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടില്ല. ബാറ്റർ കുറച്ചൊരു തിക്കായിട്ട് വേണം. ഓവർ തിക്കായിട്ടും പാടില്ല, എന്നാൽ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ട് കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചെടുത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം, കട്ടയില്ലാതെ. ഇതുപോലെ ഒന്ന് ആക്കിയിട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പഞ്ചസാരയൊക്കെ ഉരുക്കി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ഏലക്കായ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ലെമൺ വാട്ടർ ഒരു 1/2 ടീസ്പൂൺ. ഇതൊരു സിമ്മിൽ, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 5 to 10 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒരു സ്ട്രിങ് പരുവമാവുമല്ലോ, നൂൽ പരുവം, അതുപോലെ ആയിക്കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബോട്ടിൽ ഉണ്ടാവുമല്ലോ, സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിൽ ഒരു ഹോൾസ് വെച്ചിട്ട് ജിലേബിയുടെ ഷേപ്പിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കവറിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ? പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കാൻ തോന്നിയാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.